അപ്പ മരിച്ചെങ്കുറും മയ്യത്രത്തോടും അതുകൂടെ ക്ലിപ്പിംഗിലെല്ലാം കേട്ടിട്ട് പറഞ്ഞില്ലേ ചിലർ കേട്ടിട്ട് എന്തിരെ മരിച്ചപ്പോ അപ്പടെ ഡ്രസ്സും വേണ്ട അപ്പടെ ചെറുപ്പും വേണ്ട അപ്പടെ പാൻറ്റും വേണ്ട അപ്പടെ എന്തും വേണ്ട അങ്ങനെ എന്തും വേണ്ട അല്ലേ അതിൽ കുറെ കേട്ടത് കൊണ്ട് അത് ചെല്ലില്ല അതേതും വേണ്ട അതിൽ മക്കൾക്ക് അത് വേണ്ട അതിൽ മുമ്പ് കത്തുപാട്ടരമാ ഭൂത്തരമാ പിന്നെ അപ്പടെ അക വേണു അപ്പടെ ജാഗ വേണു അപ്പടെ തോട്ട വേണോ ഉമ്മടെ ബംഗാറ് വേണോ അതിൽ കളിയിൽ അത് വിട്ടുകൊടുക്കു തയ്യാറില്ല അല്ല കുറെ അങ്ങനെ ഉസ്താദേ അബ്ബ മരിച്ചത് ഉമ്മ മരിച്ചത് സാരി പിന്നെ പിന്നെ ബ്ലൗസ് ഇങ്ങനത്തെ കുറെ വസ്തുണ്ട് ഉമ്മയുടെ ഡ്രസ്സ് ബാപ്പയുടെ കുറെ ഡ്രസ്സ് എല്ലാം ബാക്കിയുണ്ട് എന്തിനാ കത്തുപാട്ടരമോ പൂത്തരമോ വെള്ളത്തിൽ കിട്ടുമോ തന്നെ കിട്ടാൻ മാറ്റി എന്നിട്ടായിട്ട് മക്കളെ ക്വസ്റ്റ്യൻ എൻ്റെ അതെന്തൊക്കെ ചെന്നെങ്കിൽ ഈ മരിച്ചങ്ങളെ വസ്തു ഉപയോഗമാക്കുന്നതൊക്കെ റൂഹാനി ബണ്ടുള്ള വിശേത്ര സമസ്യ റൂഹാനി ബണ്ടുള്ള മരിച്ചങ്ങളെ ബസ് യൂസ് ആക്കി ആ റൂഹാനി മാത്രം ഉമ്മയുടെ ബംഗാറ് എടുത്തിട്ട് കാലത്ത് കിട്ടുന്ന വണ്ടിയില്ല ബാപ്പയുടെ ഔത്തുക്ക് മാത്രം വണ്ടിയില്ല ബാപ്പ കിടന്ന കട്ടിൽ ഒന്നും വണ്ടിയില്ല ബാപ്പ എടുത്തു വെച്ചിട്ട് ബാങ്ക് ബാലൻസ് പൈസത്ത് കട്ടിക്കുന്ന റൂഹാനി വണ്ടിയില്ല മരിച്ചൽ പിന്നെ യഥാർത്ഥ മോണ് ചെല്ലണായ ഒരു പളക്കൊണ്ട് നക്ക് സ്വത്ത് ബതുക്കില്ലെങ്കിൽ തൊന്തരൊന്നുമില്ല അതൊക്കെ വേണ്ടിട്ട് നിങ്ങൾ കലാട്ടാക്കിയുടെ കറ്റും കുത്തങ്ങടെ വേണ്ട നക്ക് എന്തും എന്തെങ്കിലും വലുതില്ല ബാപ്പ ടോയ്ലറ്റ് പോകുമ്പോൾ ഇട്ടുകൊണ്ടിരുന്നൊരു ചെറുപ്പുണ്ടല്ലോ അത് മാത്രം വന്നെങ്കിൽ ബാപ്പ കൂലി പണിയാക്കുക പോകുമ്പോ വേണമായിട്ട് ഇട്ടോട്ടിന്ന് പറഞ്ഞ ചെറുപ്പുണ്ടല്ലോ അത് നക്ക് ഓതിയായിട്ട് തന്നെ അൽഹംദുലില്ലാ നന്റെ ബാപ്പകളെ ഓ ആ നനപ്പുകൊന്നു വേണം അത്രമായി ഉമ്മടെ ചെറുപ്പ് കിട്ടിയെങ്കിൽ നക്കതുമായി ബംഗാറ് എല്ലായിടത്തോളം എന്ത് വേണമെങ്കിൽ അള്ളാഹു റിസ്ഖ് നക്ക് തരുവാ ആ ഉമ്മടെ നിറപ്പുക ഉമ്മടെ പിരിസപ്പാട് ഉമ്മയിട്ടുണ്ടെന്ന് ചെറുപ്പ് നിനക്ക് കിട്ടിയെങ്കിൽ മൈസുണ്ട് അതവണായിട്ട് യഥാർത്ഥ മക്ക ബാപ്പയുടെ മേലിൽ പിരിസ അങ്ങനെ ഇണ്ടെന്ത് പിരിസ ഉണ്ടല്ലേ ഒരു ദമ്മെടുത്തങ്ങമൈ ഉമ്മടെയും പരിചയമില്ല ബാപ്പയുടെയും പരിചയമില്ല കുടുംബത്തങ്ങളെ പരിചയമില്ല കേരളത്തിൽ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പുറത്ത് റബ്ബേ പൂനിട്ട് 10 വർഷത്തെ ചെറിയ ബാലക്കാര അല്ലാഹുവേ സ്വന്തം അച്ചടയും അതേപോലെ കുട്ടികളും കുഞ്ഞുമ മൂത്തമ്മ കുടുംബത്തങ്ങളെയും അതേപോലെ മങ്ങിലാവുക കൊണ്ട് പെണ്ട സമയത്ത് വിളിപ്പാട്ടിൽ അടിച്ചു വന്നത് കൊത്തിടുന്നതല്ല ചിത്രഹിംസ കൊടുത്തിട്ട് സൂസലടിച്ചിട്ട് അത് ഓർക്ക ചണ്ടുവട്ടല്ല 100 വട്ടം അടിച്ചിട്ട് തല പൊടി ആ രൂപത്തില് അടിച്ചിട്ട് കൊന്നിട്ട് ഉമ്മടയും സമയത്ത് ആ രൂപത്തില് തലപൊടിയാക്കി വിട്ട മനുഷ്യ ഉമ്മ മരിച്ചത് ചെന്ന് വിട്ടുപോയവളോ അല്ലാഹുവേ ബാപ്പായോട് ഗൾഫിൽ നയിച്ചിട്ട് പേർപ്പെടുത്താൻ ഇന്ന് റോഗല്ല റാസി പോകുന്നിട്ടോ റായത്തേക്ക് വേണ്ട അങ്ങനെ റായത്തേക്ക് വന്ന് നോക്കുന്ന സന്ദർഭത്തിൽ ഉമ്മയും മോണവും ചേരിട്ട് അഥവാ ഈ മനുഷ്യന്റെ പെഞ്ഞയും മോണവും ചേരിട്ട് 60 लाख रुपए കടാക്കി പേശിടറി 60 लाख रुपए കടാക്കി പേശിടറി എന്തൊക്കെ കടാക്കി കേട്ടെങ്കിൽ മോണോ ഉമ്മടെ കോളർ ഉമ്മടെ കുഞ്ചി പിടിച്ചിട്ട് പരടി പിടിച്ചിട്ട് കുലുക്കിയോണ്ടിരുന്ന ഗാഞ്ചത്ത് കൊണ്ടു കാസ് വേണിട്ട് കേട്ടതെല്ലാം കാറ് വേണ കാറ് കൊടുത്തോ 4 മൊബൈൽ വേണ മൊബൈൽ കൊടുത്തോ ബൈക്ക് വേണ ബൈക്ക് കൊടുത്തോ 60 लाख रुपए ഉമ്മായവള് ചെലവാക്കി പേശികള് ഉമ്മ മരിക്കാണ്ട് ബാക്കിയായി പട്ടിക പോണായത് ആ ഉമ്മയുണ്ട് ചെല്ലവരുടെ അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ നല്ലതായിട്ട് ചെന്നോണ്ടുള്ളത് ഉമ്മ മോണ്ടെ പടക്കാക്കിയ അതിന്റെ ഉന്നെ ഒന്ന് ഉത്തരം ഉമ്മ മോണ്ടെ പടക്കാക്കിയത് അപ്പൊ നാ പിന്നെ ഇങ്ങനെ പാകിട്ട് മനുഷ്യരെ നിന്റെ മക്കൾക്ക് നീ കൊടുത്തോണ്ടുള്ള മെസ്സേജ് എന്തുണ്ടോ ചെല്ലുകളാ എല്ലാ റായത്തും ഡബ്ബയുണ്ടുള്ള വെള്ളിയാഴ്ച ജുമാഅത്ത് സമയത്ത് ഒന്നാമത്തെ സപ്പിനോട് ഉരുട്ടു തുടങ്ങുന്നത് ലാസ്റ്റ് സപ്പത്തോളം സന്ദർശനാക്കിക്കൊണ്ട് മനുഷ്യരായ നീനിട്ട് 1 റുപ്യത്തും 2 റുപ്യത്തും കണ്ണാടിപ്പാട്ട് കട്ട പള്ളിയുടെ പരിസരത്തില് ബിൽഡിംഗ് കെട്ടും മാർക്കറ്റ് കെട്ടും കോംപ്ലക്സ് കെട്ടും വേണമായിട്ട് അല്ലടാ അതിന് പിറകുള്ളൊരു രഹസ്യമുണ്ട് നിന്റെ റായത്തിൽ എത്ര ലക്ഷകെട്ടിലെ തിങ്കൾ ആദായം ഇന്നെങ്കും ആ പള്ളിയുടെ ഡബ്ബൊന്നും ക്യാൻസലാക്കില്ല കമ്മിറ്റങ്ങ് ക്യാൻസലാക്കില്ല അത് വേണ്ട അതിലേക്ക് 100 ബലി യന്ത്രാക്കുക കമ്മിറ്റങ്ങത് ക്യാൻസലാക്കില്ല ഇണ്ടും അത് നിന്റെ എതിരങ്ങനെ പാസ്സായോണ്ടുണ്ടോ പാസ്സാവുന്ന സന്ദർഭത്തിൽ മൈതാനിൽ നിന്ന് ഫുട്ബോൾ കളിച്ചതുപോലെ തട്ടിപ്പുട്ടവർക്ക് അതൊക്കെ 10 പൈസ ഇട്ട ക്രമമില്ല നീള പണ്ട് ഇട്ടോണ്ട് നിന്റെ ബാപ്പ ചില്ലറ ഇട്ടോണ്ടുണ്ട് പണ്ടിട്ടോണ്ടിന്നത് നിന്നെ അജ്ജ ഇന്നും അത് കിട്ടോണ്ടുണ്ട് ഇന്നെങ്കും ഇന്നില്ലെങ്കിലും അതൊക്കെ എന്തെങ്കിലും ഇടാണ്ട് അയാള് കാലുകടത്തില്ല നിന്റെ മുട്ട എത്തിയപ്പോ നീ
നീ ഒരു തെറ്റ തട്ടുള്ള ഈ സപ്പട ആ സപ്പട ലാശത്തോളം പോയിട്ട് പാടുന്നത് ആ മുത്തിൽ അടിക്കടനെയാണ് 10 പൈസ നീടുള്ളത് എന്തുകൊണ്ട് കാസില്ലാണ്ടല്ല അത് കുറെ 5 രൂപ ഇട്ടത് കൊണ്ട് നിന്റെ ഉത്തര പണയത്തേക്ക് ಬೇಕಡ ಪರಿಸ್ಥಿತಿ എന്തും പറല ബദലുക്ക് കൊടുത്തിട്ട് തെരിയല നിക്ക് അതിന്റെ മഹത്വം നിക്ക് തെരിയല എന്തുകൾക്ക് കാസിട്ടേ ചെന്നിട്ടും നിക്ക് തെരിയല മനുഷ്യരെ അതിന്റെ പിറകുള്ളൊരു രഹസ്യമുണ്ട് ഈ ഡബ്ബിയുടെ പിറകുള്ളൊരു രഹസ്യമുണ്ട് പണ്ടത്തെ കാലത്ത് നിന്റെ അജ്ജയുടെ കാലത്തും ആ പള്ളിയിൽ അതേ ഡബ്ബി ഇങ്ങനെ പാസ്സായി ഉണ്ടിണ്ട് അതൊക്കെ കുറെ കാസ് വന്നോണ്ടിണ്ട് എന്തിനു കഴിയോടാ പള്ളിക്ക് ആണിങ്ങ പോണ്ട സന്ദർഭത്തിൽ പെണ്ണിങ്ങതാ വയസ്സായ പെണ്ണിങ്ങ ചില്ലറ കാസ് കൊടുത്തു കടത്തുറ ആണിങ്ങളെ പള്ളിയുടെ ഡബ്ബി കിട്ടുപെടുറോ മരിച്ചങ്ങളെ പേരുന്നാണ് നീയത്താക്കിയത് മക്കൾക്ക് ഉഷാറില്ലാത്ത സന്ദർഭത്തിൽ നീയത്താക്കിയത് സാക്കുപ്രാണിക്ക് ബാനായിട്ട് ഉഷാറില്ലാത്ത നീയത്താക്കിയത് അതേപോലെ പുതിയ തെങ്ങിൽ ഫസൽ പണ്ട സന്ദർഭത്തിൽ നീയത്താക്കിയത് കൃഷിക്ക് വിത്തിട്ട സന്ദർഭത്തിൽ നീയത്താക്കിയത് കൈ കൊയ്ഞ്ഞ സന്ദർഭത്തിൽ നീയത്താക്കിയത് അങ്ങനെ പെണ്ണിങ്ങ വിവിധ നീയത്താക്കി വെച്ച കാസ് എല്ലാ വാരത്തിലും പള്ളിക്ക് പോണ്ട ആണുങ്ങളെ കയ്യിൽ കൊടുത്തു വിട്ടോണ്ടിരുന്നൊരു കാളയുണ്ട് മക്ക ബാപ്പാ ഇന്ന കാരണം നീയത്താക്കിയത് ബാപ്പാ ഒരു 2 രൂപ പള്ളി തപ്പിക്കിടറോ ഒരു ഉറുപ്പല്ലെങ്കിൽ 8 നാളാണ് 25 പൈസ ഇത് തപ്പിക്കിടറോ ബാപ്പാ 100 വർഷത്തേക്ക് മുമ്പേ തുടങ്ങി വെച്ചത് അങ്ങനെ ഔട്ടിന് പെണ്ണിങ്ങ ആണിങ്ങ പള്ളിക്ക് പോകുമ്പോ ചില്ലറ കാസ് കൊടുക്കണറ് അതിക്ക് പേരില്ലടാ പ്രശസ്തി ഇല്ലടാ നീയത്താക്കിയ കാസ് ചെന്നിട്ട് കുമ്പിട്ട് ആണിങ്ങ കുമ്പിട്ട് ഡബ്ബി കിട്ടോണ്ടിരുന്നത് മോനെ ഇണ്ട് 10 രൂപയെങ്കും നിങ്ങളൗത്തില് നിന്റെ ഉമ്മയുടെ കയ്യിൽ നിന്നിട്ടാ നിന്റെ പെഞ്ഞയുടെ കയ്യിൽ നിന്നിട്ടാ നിന്റെ പിറസത്തെ മക്കളെ കയ്യിൽ നിന്നിട്ടാ മറുമക്കളെ കയ്യിൽ നിന്നിട്ടാ മറുമക്ക നീയത്താക്കിക്കൊണ്ടിരുന്നത് നിന്റെ ബാപ്പ നിന്റെ ബാൽപാട്ടിട്ട് കടത്തിലൂടക നിന്റെ ഉമ്മ ബാൽപാട്ട് കടത്തിലൂടക ഞങ്ങൾ ആരോഗ്യത്തിൽ വേണോട് നീയത്താക്കിക്കൊണ്ടിരുന്നത് പണ്ട് അങ്ങ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണോട് നീയത്താക്കിക്കൊണ്ടിരുന്നത് പണ്ട് ആ ഡബ്ബിക്ക് കാസ് അങ്ങനെ വന്നു പോയോണ്ടിരുന്ന മനുഷ്യരെ ഇണ്ട് നിന്റെ മറുമോളെ കയ്യിൽ ഒരു 10 രൂപയെങ്കും കുമ്മന്ത്രി ഡബ്ബി കിട്ടതുണ്ട് തിരിയലടാ അങ്കത്ര മഹത്വം തിരിയലടാ എന്തുകൊണ്ട് നീ എന്ത് നിന്റെ മക്കൾക്ക് പഠിപ്പാട്ടില്ല അങ്ങനത്തെ ഒരു നല്ലൊരു മെസ്സേജ് നിന്റെ മക്കൾക്ക് നീ ചൊന്നു കൊടുത്തില്ല വാളുക പണ്ട സന്ദർഭത്തിൽ തങ്ങന്മാരെ മുഷാഫാത്താക്കിടറ് പള്ളിക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കലക്ഷൻ എന്തെങ്കിലും നിങ്ങൾ പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കിടറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്തിൽ പള്ളിക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കിടറ് നീ അങ്ങനെ കൊടുത്തത് ബാക്കിമുണ്ടാണ്ട് തെച്ചിന് നീ തെച്ചല്ലാണ്ട് നിന്റെ മക്കൾക്ക് അതിലെന്തൊരു നീ പഠിപ്പാട്ടിയ അങ്ങനല്ല മനുഷ്യരെ വാളുക പണ്ട സന്ദർഭത്തിൽ മക്കളെ കയ്യിൽ ഒരു 10 രൂപയെങ്കിലും കൊടുത്തു വിടണം നാളെ മക്കളെ കയ്യിലും ഒരു 5-10 രൂപ കൊടുത്തു വിടണം പള്ളിക്ക് പോണ്ട സന്ദർഭം എന്തെങ്കിലും നല്ല കാര്യക്കരം നടക്കുമ്പോൾ മക്കളെ കയ്യിലും കാസ് കൊടുക്കണം മക്ക ബാപ്പ കൊടുക്കുമ്പോഴത്തേക്കും മക്കളും ഹദിയ കൊടുക്കൂടാതത്ത് മക്കളും ഹദിയ കൊടുക്കൂടാതത്ത് നീ മരിച്ചപ്പോ നിന്റെ മക്ക പേരിക്കണത് അല്ലാ പണ്ട് ബാപ്പ കൊടുത്തോണ്ടിന്നത് പള്ളിക്ക് കൊടുത്തോണ്ടിന്നത് വാളുക കൊടുത്തോണ്ടിന്നത് വാർഷികത്തിന് കൊടുത്തോണ്ടിന്നത് ഞങ്ങളെ കയ്യിൽ കൊടുപ്പാട്ടിയോണ്ടിന്നത് ആ നല്ല മെസ്സേജിനെ മരിച്ചൽ പിന്നെ മക്കളെ കൽബുൾക്കത്തിലുണ്ടാവും മക്ക പാരമ്പര്യം നിലനിർത്താറ് മക്കതുവേ ആ രൂപത്തിൽ നിങ്ങൾക്ക് ദ്വാരക്കിടറ് ഞാൻ ചെന്നല്ലേ പണ്ട് ജുമാനസ്കാര കഴിഞ്ഞാൽ പിന്നെ സകലാളും മാറും രണ്ടാമത്തെ ദ്വാ തീർത്തോളം പള്ളിയിൽ നിന്നത് എന്തുകൊണ്ട് ഞങ്ങളെ ബാപ്പക്ക് ദ്വാരക്കിട ദ്വാകത് ആ ഉമ്മക്ക് ദ്വാരക്കിട ദ്വാകത് അത് കാമീച്ചുള്ള കാത്തു നിന്നുകൊണ്ടുള്ള മനുഷ്യ ഇണ്ട് നീന് ഓടുക തുടങ്ങിയാൽ പിന്നെ നിന്റെ മക്കളും ഓടുന്ന പിറകില് പോയറല്ലാണ്ട് നീ മരിച്ചൽ പിന്നെ എനിക്ക് ദ്വാരക്ക് കാളിക്കുറ അല്ലേ എനിക്ക് ധൈര്യം ನಾನು ಮರಿಸಲ್ ನನ್ನ ಮಕ್ಕ ಪಳ್ಳಿಯಲ್ಲಿ ಸಾಧುವಾರ್ക്കും താമീൻ ചൊല്ലും എങ്ങനത്തെ ജാഗ അല്ലേ പള്ളി അല്ലാഹുടെ സ്വർഗ്ഗായിട്ട് ഭൂമിയുടെ സ്വർഗ്ഗായിട്ട് പള്ളി അവിടെ ദ്വാരക്കട പിന്നെ ദ്വാരക്കട ഏതോ കളി ആട്ടാ കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കടല്ല റബ്ബുക്ക് സുജൂദ് ഇട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം തൗബ ആക്കിയിട്ട് ഫാത്തിഹ ഖുർആനതെല്ലാം ഓതിരു ദ്വാരക്കട ദുആ അതൊക്കെ ആമീൻ ചൊല്ലും നിന്റെ മോനില്ല ആമീൻ ചൊല്ലുക മോണില്ല ഉണ്ട് ഉസ്താദ് ബാപ്പ മരിച്ചു ദ്വാരക്ക് നാളെ മുത്താലി മക്കളെ വേണം ഉസ്താദ് എവിടെ കിട്ടും റായത്തെ മുഅല്ലിം ഉസ്താദ് റായത്തെ ഖതീബ് മുഅദ്ദിൻ മുഅല്ലിം സദർ ഉസ്താദുള്ള റകളെ വിളിച്ചത് ബാപ്പ മരിച്ചു ദ്വാരക്ക് നമുക്ക് പറകാലോ നമുക്ക് മദ്രസ ചെന്നെങ്കിൽ പിന്നത്തെ നെക്സ്റ്റ് മീറ്റിംഗിൽ ഇതേ കളട്ടെ റായത്തെ ഞങ്ങൾ അബ്ബ മരിച്ചു ദ്വാരക്ക് വന്നിട്ടുള്ള ഉസ്താദ് അയാളെ വിടുന്നു ഇതപ്പോ റായത്തെ ഖതീബ് മുക്രി മുഅല്ലിം അങ്ങനെയുള്ള നിന്റെ അപ്പം മരിച്ചു ദ്വാരക്ക് നേർച്ചാക്കിട്ട് പഠിച്ചതുണ്ടല്ലോ അങ്ങളെ അപ്പവും പഠിക്കൊക്കെ കിടത്തിട്ട് ആരെങ്കിലും റായത്തിന് മരിച്ചെങ്കിൽ പോയിട്ട് ഓതർ പഠിച്ചതല്ല
ബദലങ്ങളെ ആലിമ്യങ്ങളായിട്ട് നങ്ങ മരിച്ചെങ്കിൽ നങ്ക് മയ്യത്ത് നിസ്കരിക്കും മക്കൈക്കട്ടെ ചെന്നിട്ടായിട്ട് കിട് ഞങ്ങളെ ഉപ്പ ഞങ്ങളെ ബാപ്പ ഞങ്ങളെ അപ്പവും അല്ല ഞങ്ങളെ ബന്ധിയത് ഞങ്ങളെ ദർസ് കടത്തിയത്. അതല്ലാണ്ട് നീന മരിച്ചപ്പോ നിന്റെ ഉത്തര തലയുടെ ഭാഗത്തിൽ കാലിന്റെ ഭാഗത്തിൽ ജാവ് കൊടുക്കാൻ വെച്ചിട്ട് ഉറക്കു തോന്നിട്ട് കണ്ണ ചായ കുടിച്ചിട്ട് സുബീത്തോള ഖുർആൻ ഓതിയിട്ട് നീ കൂർക്ക വെച്ചിട്ട് 10 റൂമിൽ ഉറങ്ങിട്ടവള ഉസ്താദ് വന്ന് ഓതിരവള. ഇതൊക്കെ വേനായിട്ടല്ല അങ്ങ് പഠിച്ചത്. ഞങ്ങൾ ഹക്കയല്ല, അങ്ങ് നിർബന്ധവും ഇല്ല. നിന്റെ ഉത്തര ഖുർആൻ ഓതിയില്ലാണ്ട് അള്ളാഹ് ഞങ്ങളെ കാലത്ത് പോലെ എടുത്തൂക്കല്ല, അള്ളാഹു നരകത്ത് തന്നിട്ടല്ല. അത് നിന്റെ പണി, നിന്റെ പണി. അത് ഉസ്താദുമാർ ആക്കരുത്. ഞങ്ങളെ കൊണ്ട് ആവിടെ ആവട്ട് ചെന്നിട്ട് മാത്രം ആക്കിടല്ല. ഞങ്ങളെ സേവ അല്ലത്, ഞങ്ങളെ പണിയല്ലത്. നിങ്ങൾ അതൊക്കെ ശമ്പളം കൊടുക്കൂല്ല അല്ലേ? നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഖത്തീബ് നിങ്ങളൊത്ത് മരിച്ചാൽ കൊടുക്കുക അല്ല. അയാൾക്ക് അയാളതായ ഡ്യൂട്ടി ഉണ്ട്. ഖത്തീബ് ഉസ്താദ് സദർ ഉസ്താദ് അയാളതായ ഡ്യൂട്ടി ഉണ്ട്. ബാക്കി ഉസ്താദ്മാർക്ക് അങ്ങങ്ങളതായ ഡ്യൂട്ടി ഉണ്ട്. മുത്തല്ലിമിങ് അങ്ങ് അങ്ങളതായ ഇത് എക്സ്ട്രാ ഒന്ന് വിളിച്ചവർ മാനവീയത്തെ രീതിയിൽ പറ. അത് നക്ക് പറയാനുള്ള നാളെ വണ്ടിയിലെ ചെന്ന് എന്തു നിക്കാക്കും പോലെ ഒന്നുമില്ല. അക്ഷരപ്പളൊക്കെ പറയും കുത്തിയതാ. അങ്ങ് അല്ല. നിന്റെ ബാപ്പ മരിച്ചപ്പോൾ നിന്റെ തലയുടെ ഭാഗത്തിട്ട്, നീന് മരിച്ചപ്പോൾ നിന്റെ തലയുടെ ഭാഗത്ത് നിന്റെ ഖുർആൻ ഓതുന്നത് നിന്റെ ഉസ്താദിന്റെ പണിയല്ല. നിന്റെ അതേപോലെ കഫനാക്കുന്നതും ഉസ്താദിന്റെ പണിയല്ല. നിന്റെ അതേപോലെ മയ്യത്ത് കുളിപ്പാട്ടുന്നതായത് മുക്രികയുടെ പണിയൊന്നും അല്ല. നിന്റെ അതേപോലെ മയ്യത്ത് നിസ്കരിക്കുന്നതും നിന്റെ ഉസറായത്ത് ഉസ്താദിന്റെ പണിയല്ലത്. അങ്ങനെ ജോബ് അല്ലേ അല്ല. തൽഖീൻ ഓതനായത് നിന്റെ റായത്ത് ഉസ്താദല്ല. മൂട് കള്ള് ബീക്കണായത് നിന്റെ റായത്ത് ഉസ്താദല്ല. അതെല്ലാം നീണ് മരിച്ചെങ്കിൽ നിന്റെ മക്കാക്കണായ പണി. ആ ട്രെയിനിങ് നിന്റെ മക്കൾ നീ കൊടുത്തില്ലേ? ചെള്ളതിലാറും ബേജാറാക്കിയല്ല. ആ ട്രെയിനിങ് നിന്റെ മക്കൾ നീ കൊടുത്തില്ലേ? നിന്റെ മോൻ എഞ്ചിനീയർ ആവട്ടില്ല. എല്ലാവരും ആലിമ്യങ്ങളാവണം. എല്ലാവരും ആലിമ്യങ്ങളാവണം നടക്കുന്ന വിഷയമല്ല. എല്ലാവരും ആലിമ്യങ്ങളാവണം ചെന്ന് ആരും ചെന്നിട്ടില്ല. ആലിമ്യങ്ങൾ വേണം, മേസ്ത്രിമാർ വേണം, ഡോക്ടർമാർ വേണം, ലോയർ വേണം, കൂലിപ്പണികളോട് വേണം, കാട്ടടിക്കടോട് വേണം, ടോയ്ലറ്റ് ബാത്റൂം ആക്കണോ, എല്ലാവരും വേണം. ആറായെങ്കും ഖുർആൻ ഓതുക തെരിയണം. ആറായെങ്കും അബ്ബടെ തലയുടെ ഭാഗത്തിനിട്ട് യാസീൻ ഓതുക തെരിയണം. ആറായെങ്കും അവർക്ക് തൽക്കീനോത്ത് വേണമായിട്ട് 10 വർഷം പോകണം. ചോദിച്ചിട്ട് ഡിഗ്രി എടുക്കണകത്തുന്നില്ല. ഒരു 1/4 ഗಂಟೆ വിസ തൽക്കീനോതൊക്കെ പഠിക്കുക വേണമായിട്ട് ഉസ്താദ്മാരെ പോയിട്ട് തെച്ചുമുട്ട ഒരു 1/4 ഗಂಟೆ വിസ ഒരു യാസീൻ ഓതുക വേണമായിട്ട്. മദ്രസത്തിൽ ഇത്രയുള്ള കഷ്ടപ്പെടുന്ന റായത്തെ കമ്മിറ്റിയുടെ മദ്രസത്തിൽ ഈ രൂപത്തിൽ സംവിധാനം ഉണ്ടാക്കിയിടുന്നെങ്കിൽ എല്ലാവരും ഖുർആൻ ഓതുന്ന ചെള്ള ഉദ്ദേശത്തിൽ അല്ലേ? ഇത്രയുള്ള കഷ്ടപ്പെടുന്ന കമ്മിറ്റി ജാവും പോളും ഓടി നടന്നിട്ട് ഇന്നോടെല്ലാം കാട്ടിട്ടും പേടിയിട്ടും ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുത്ത് സുന്ദരമായ മദ്രസ ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് ആദായം കഷ്ടപ്പെട്ടത് ചെല്ലുവള മരിച്ചൽ പിന്നെ ഖുർആൻ ഓതുക മക്കൈക്കട്ട് ചെന്നിട്ട് അല്ലേ? മദ്രസത്തിൽ പഠിച്ച എല്ലാ മക്കളും ആലിമ്യങ്ങൾ അവിടെ വേറെ വേറെ എല്ലാവരും പോട്ട് എവിടേക്ക് വേണമെങ്കിലും പോട്ടു. ആ മക്ക ഔത്തുൽ നീന മരിച്ചപ്പോ പള്ളിക്ക് പോകുക. അപ്പോൾ ആവും തീരാ ഉസ്താദുമാരെ വിളിച്ചും പറഞ്ഞു ബദലുക അവണ് തെച്ചിട്ട് ഖുർആൻ ഓദ്രവണ അവണോ അതിലുള്ള വിഷയം. അവണ് തെച്ചിട്ട് ഖുർആൻ ഓദ്രവണാവണോ? മയ്യത്ത് കുളിപ്പാട്ടൊക്കെ കത്തിവിടെ മുക്രികട വിളിച്ചും പുറകു പോണ്ടവണാവൂ തീരാ. മയ്യത്ത് കുളിപ്പാട്ടൊക്കെ അവണ് എതിർ വന്ന് കുളിപ്പാട്ടവണാവണോ? ഇന്ന മയ്യത്ത് കുളിപ്പാട്ടൊക്കെ പെണ്ണുങ്ങളെ മയ്യത്ത് കുളിപ്പാട്ടൊക്കെ പാടിക ആളെ കൊമ്പണ്ട പോലത്തെ പരിസ്ഥിതി ഉണ്ടുള്ള മയ്യത്ത് കുളിപ്പാട്ടൊക്കെ ബാരി സുലഭ. ജീവ ഇന്നോടെ കുളിപ്പാട്ടൊക്കെ കഷ്ട അല്ലേ? ഹയാത്തിന് ഞങ്ങളെ കുളിപ്പാട്ടൊക്കെ കഷ്ട. മരിച്ചങ്ങളിൽ എവിടെ തൊട്ടെങ്കും എവിടെ പിടി പിന്നെ എവിടെ തനി വീത്തിരി എവിടെ തോത്തിട്ട് കണ്ടെ നീ ചിക്കിട്ട് ഗായായിട്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ വളക്കവരില്ല വെടിക്കുന്നുണ്ടേ ഇല്ല. തലയുടെ കാലത്തുള്ളവർക്ക് തലയുടെ തല തന്നി വീത്തിയും തീന്റെ മയ്യത്ത് കുളിപ്പാട്ടിട്ടായിട്ട് അത്രേ ഉള്ളേ. ബാക്കിയുള്ള സുന്നത്തെ ഉള്ളേ. തലയുടെ കാലത്തുള്ളവർക്ക് ചണ്ടി അയക്കുമയോ അത്ര മയ്യത്ത് കുളിപ്പാട്ടില്ല. അത് സമയത്ത് നിന്റെ മക്കാക്കില്ല.